ഇല്ല, സത്യം ഞാൻ പറയാം. ഞാനും രവിയും രവികുമാറും ഒരുമിച്ചാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്നത്. രവി ഇത് വീട്ടിലറിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യല്ലത് വേറെ വഴിയില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? രവി എന്നെ ഉപേക്ഷിക്കരുത്. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ പ്രസ്റ്റീജ് നോക്കണ്ടേ? നീ മറ്റെന്തെങ്കിലും മാർഗം തേടിയേ പറ്റൂ. ഉഷേ, ഞാൻ പറയുന്ന കേൾക്ക്. എനിക്ക് പരിചയമുള്ള ലേഡി ഡോക്ടറുണ്ട്. എന്തിനിടെ അവിടെ ഒരു കരച്ചിലും പിടിച്ചിലും ഒക്കെ ലവൻ അവളെ അടിച്ച് ലോഡാക്കി തോന്നുന്നു കേട്ടോ. നമുക്കൊന്ന് പോയി പറഞ്ഞു ഒതുക്കിക്കളെ. വാ. പ്രേമായിരിക്കും അല്ലേ? എടാ, ആണുങ്ങളായ നട്ടല് വേണം. ഒരു പെണ്ണെ പ്രേമിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. പ്രേമിച്ച പെണ്ണെ കെട്ടണം, അവനാണ് ആണ്. പാർട്ടിയെ ഉപദേശിക്കുന്നത്. ഞാൻ ആരെയാണ് സമ്മതിച്ചു. പക്ഷേ എന്റെ സുഖത്തിന്റെ പിന്നിൽ ഒരു പെണ്ണിന്റെ കണ്ണുനീരിന്റെ കഥയിലിടാ. എന്നെ ദാനം കെട്ടിക്കും. വഴക്കുണ്ടാക്കുന്നറിയ ആരെങ്കിലും കണ്ടാ എന്തോ വിചാരിക്കും. അളിയമ്പോ കരയാതിരിക്കും. ഇവിടെ നിന്ന് കരയുന്നത് ആരെങ്കിലും കണ്ടാൽ മോശമാണ്. ഉഷ ഒരു കാര്യം ചെയ്യും, നേരെ വീട്ടിലേക്ക് പോയിക്കൊള്ളു. ഇല്ല, ഞാൻ ഇനി വീട്ടിൽ പോകുന്നില്ല. അയ്യോ, അവിവേകം ഒന്നും കാണിക്കരുത്. പ്രശ്നങ്ങൾക്കെല്ലാം ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ ഉണ്ടാക്കാം. വരും. ഉഷ കരയണ്ട. ഞാൻ രവികുമാറിനോട് പറഞ്ഞ എല്ലാം ശരിയാക്കാം. ആളൊരു ചൂടനാണെങ്കിലും പാവ. രവി, ഇങ്ങോട്ട്. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലടേ. ആരെങ്കിലും എന്തെങ്കിലും ഡിംഗോളിഫിക്കേഷൻ ഒക്കെ നടത്തി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചത് നിനക്കെന്താടാ? നീ ആര് സ്വാമി വിവേകാനന്ദനെ കൊച്ചുവാനോ? പാവം പെണ്ണ്. അങ്ങനെയൊന്നും പറയാതെ. എന്തോ? നീ കൂടെ വാ. ഞാനില്ല, സാറങ്ങ് പോയച്ചാ മതി. ചെല്ല്. അന്ന് കോളേജിൽ നിന്ന് രവി ഉഷയെ കാറിൽ കയറ്റിക്കൊണ്ട് വരുമ്പോൾ ഞാനുണ്ടവിടെ. ഉഷയെ ഗർഭിണിയാക്കിയിട്ട് രവികുമാർ അവളെ കൈയൊഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് വന്ന ഉഷയെ സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് രവിയാണ്. രവികുമാർ ഇന്ന് തിരുവനന്തപുരത്ത് PWD എഞ്ചിനീയറാണ്. ഗോപി പറഞ്ഞല്ല സത്യമാണോ? ഇതെനിക്ക് നേരിട്ടറിയാവുന്ന സത്യമാണ് രജനി. ഉഷ രവികുമാറിനെ രവി എന്നാണ് വിളിച്ചിരുന്നത്. രജനി അത് കേട്ട് തെറ്റിദ്ധരിച്ചതാണ്. എനിക്ക് മാപ്പ് തരൂ. എനിക്ക് ആളെ അറിയാതെ. രജനി, എനിക്ക് ഉടൻ തന്നെ എന്റെ വീട്ടിനെ കാണണം. എന്താ രജനി? നമുക്ക് ഡാഡിയുടെ അടുത്ത് പോവാം. അതെ മോളെ. എന്ത് പറ്റി രജനി? ഫോൺ കിട്ടുന്നില്ല. ഉടനെ ചെന്നില്ലെങ്കിൽ ദേവേട്ടന് ആപത്താണ്. വേഗം പോവാം. വരൂ. ഏത് ഭാഗത്താണ് ഈ വിള്ളല്? ഇടതുവശത്ത് മൂലയിലാണ്. ഞാൻ നോക്കിട്ടല്ലേ.
ആ